വാർത്തകളിലേക്ക് ഇടുക്കിയിലെ കോൺഗ്രസ് പട്ടികയിൽ അവസാന നിമിഷം മാറ്റങ്ങൾ. ഉടുമ്പൻചോലയിൽ മിനിമോൾക്ക് പകരം സേനാപതി വേണു മത്സരിച്ചേക്കും. സിറിയക് തോമസ് പീരുമേട്ടിൽ മത്സരിക്കും. ഇടുക്കിയിൽ റോയ് കെ പൗലോസ് ഉണ്ടാകും. ദേവികുളത്ത് എഫ് രാജയാണ് മത്സരിക്കുക. വിവരങ്ങളുമായി ജോയ്മോൻ ജോസ് ചേരുകയാണ്. ജോയ്മോൻ, എന്തായാലും അവസാനവട്ട പട്ടികയിലേക്ക് എത്തുമ്പോൾ ആളുകൾ മാറി മറിയുകയാണ്. എന്തായാലും ഈ പട്ടിക ഉടൻ തന്നെ പുറത്തിറങ്ങാൻ ഇരിക്കുകയാണ്. ആ അർത്ഥത്തിൽ വലിയ തരത്തിൽ ഒരു പോരാട്ടത്തിലേക്ക് പോകേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് ഇടുക്കി വളരെ നിർണായകമായ സ്ഥലം കൂടിയാണ് UDF-ന്. അതെ രുജേഷ്, തീർച്ചയായും രുജേഷ് പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്കറിയാം LDF മുന്നണി എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചിട്ടും ഇടുക്കിയിൽ കോൺഗ്രസിന് ഇതുവരെയായിട്ടും സ്ഥാനാർത്ഥികളിൽ ഒരു അന്തിമ തീരുമാനം എത്താനായിട്ടില്ല. ഇതുവരെ പ്രഖ്യാപിച്ചതിൽ തൊടുപുഴ മാത്രമാണ് കോൺഗ്രസിന്, അതായത് അപ്പു ജോൺ ജോസഫ് മത്സരിക്കും. പക്ഷേ ബാക്കിയുള്ളിടത്തൊക്കെ യാതൊരു തീരുമാനം എത്താണ്ട് ഇപ്പോഴും ആടി ഉലയുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഉടുമ്പൻചോലയാണ്. അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഉടുമ്പൻചോലയിൽ മിനി പ്രിൻസ്, അതായത് ജില്ലാ പഞ്ചായത്ത് അംഗമായ മിനി പ്രിൻസ് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി അവർ സമൂഹ മാധ്യമങ്ങളല്ലാണ്ട് അനൗദ്യോഗികമായി പ്രചരണം ഉൾപ്പെടെ ആരംഭിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ആദ്യഘട്ട പട്ടിക വന്നു. അതിൽ ഉടുമ്പൻചോലയിൽ അതിനുശേഷമാണ് മിനിയുടെ പേര് പരിഗണിക്കുന്നതും അതിനുശേഷം ഇവർ അനൗദ്യോഗികമായി പ്രചരണം ആരംഭിക്കുകയും ചെയ്തു. പിന്നീടാണ് ഇപ്പോൾ ഇന്നാണ് ഈ മിനി പ്രിൻസിൻ്റെ പേരും മാറ്റി മറ്റൊരു പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അതായത് സേനാപതി വേണു എന്ന കോൺഗ്രസ് നേതാവിൻ്റെ പേരാണ് ഇപ്പോൾ ഇവിടേക്ക്, അതായത് ഉടുമ്പൻചോലയിലേക്ക് പരിഗണിക്കുന്നത്. അതായത് നമുക്കറിയാം ദീർഘനാളായി LDF-ന്റെ കയ്യിലുള്ള മണ്ഡലമാണ്. ഇത് തിരിച്ചു പിടിക്കാനായിട്ട് കോൺഗ്രസ് തീവ്ര ശ്രമം നടത്തും. ഇതിനിടെയാണ് ഇത്തരത്തിലൊരു ഉടുമ്പൻചോലയിൽ ഒരു സ്ഥാനാർത്ഥികളുടെ അന്തിമഘട്ടം അല്ലെങ്കിൽ അന്തിമമായി ഉറപ്പിക്കാൻ സാധിക്കാത്ത ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൂചന നൽകുന്ന അല്ലെങ്കിൽ സാധ്യത കൽപ്പിക്കുന്ന നേതാവ് അല്ലെങ്കിൽ ഈ ഉടുമ്പൻചോലയിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത് സേനാപതി വേണുവിൻ്റെ പേരാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അതിനുശേഷം ഔദ്യോഗികമായി പ്രചരണത്തിൽ ഇറങ്ങുമെന്നൊരു വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ, അതായത് ബാക്കിയുള്ള മണ്ഡലങ്ങളിലായാലും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ ഇതുവരെ തീരുമാനിക്കാനായിട്ടില്ല. പ്രധാനമായും പരിഗണിക്കുന്നവരുടെ പേരുകളാണ് ഇപ്പോൾ അവസാന ഘട്ടമായും ഒരു ആരിലേക്ക് എത്തണം എന്നതിൽ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു എന്തായാലും ഇടുക്കിയിലെ കോൺഗ്രസ് പട്ടികയിൽ അവസാന നിമിഷം മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് വാർത്ത. എന്തായാലും ഉടൻ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകാൻ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.